നിങ്ങൾ നോക്കൂ, ലോകത്തെ കോടാനുകൂടി മുസ്ലിമീങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കളവ് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ എഴുതി വെക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുമ എന്ന സഹാബി, അബൂ ഹുറൈറ എഴുതി വെക്കാറുണ്ടായിരുന്നു. ഹിഫ്ളാക്കും അബ്ദുല്ലാഹ് ഇബ്നു അമർ എന്ത് ചെയ്യുമായിരുന്നു? എഴുതി വെക്കുമായിരുന്നു. ചിലരൊക്കെ അബ്ദുല്ലാഹ് ഇബ്നു അമറിനോട് പറയും, നിങ്ങളിങ്ങനെ എല്ലാം എഴുതല്ലേ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ നമ്മളോട് എന്തെങ്കിലും തമാശ പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയും, അതുകൊണ്ട് എല്ലാം എഴുതരുത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അമറിനോട് പറഞ്ഞു, അല്ല, നബി അവിടുത്തെ വായിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാ ഇതിൽ നിന്ന് സിദ്ഖല്ലാതെ പുറത്തു വരികയില്ല, സത്യസന്ധത അല്ലാതെ പുറത്തു വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറഞ്ഞാലും ദേഷ്യപ്പെട്ട് പറഞ്ഞാലും ഒക്കെ സിദ്ഖ് മാത്രമേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് പുറത്തു വരൂ. അള്ളാഹുവിന്റെ നബിമാർ മുഴുവനും ഇങ്ങനെയാണ്, സാദിഖൂൻ മുസദ്ദഖൂൻ, സത്യസന്ധരാണ്, സത്യപ്പെടുത്തപ്പെട്ടവരാണ്. സുബ്ഹാനല്ലാഹ്, പിൻപറ്റാൻ അവരെക്കാൾ യോഗ്യരായി ഇനി ആരുണ്ട്? അള്ളാഹുവിന്റെ ഈ നബിമാരെക്കാൾ മറ്റാരാണുള്ളത്? വ്യാജന്മാരോ, വ്യാജമായ വാദങ്ങളുടെ ആളുകളോ, വ്യാജമായ മനുഷ്യനുണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങളുടെ ആളുകളോ, എന്നിട്ട് ആ നിഷേധത്തിലും കുഫ്റിലും ചത്തൊടുങ്ങിയവരോ? അവരാണോ ബഹുമാനിക്കപ്പെടേണ്ടത്? അവരാണോ പ്രകീർത്തിക്കപ്പെടേണ്ടത്? അല്ല, മറിച്ച് അള്ളാഹുവിന്റെ നബിമാർ, അവരാണ് നമ്മുടെ മാതൃകകൾ, അവരുടെ അനുയായികളാണ് അള്ളാഹുവിങ്കിൽ സത്യസന്ധർ. അതല്ലാതെ കുഫറിന്റെയും ശിർക്കിന്റെയും ഒക്കെ നേതാക്കന്മാരും അതിനുവേണ്ടി ജീവിച്ച് മരിച്ച ആളുകളുമല്ല. അവരെത്ര ആളുകൾ പുകഴ്ത്തി പറഞ്ഞാലും അള്ളാഹുവിങ്കിൽ അവർ നിന്ദ്യരാണ്. അള്ളാഹുവിങ്കിൽ അവർക്ക് യാതൊരു വിലയുമില്ല. ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ. നിങ്ങൾ ആരാധിക്കുന്നവരും നരകത്തിന്റെ വിറകുകൊള്ളികളാണ്. അൻതും ലഹാ വാരിദൂൻ, നിങ്ങൾ അവിടേക്ക് ചെന്നു ചേരുന്നവരാണ്. അപ്പോൾ നോക്കും മുസ്ലിമീങ്ങൾ അവരുടെ ഈമാൻ എത്രമാത്രം ദുർബലമായിരിക്കുന്നു എന്നതിൻ്റെ വലിയ അടയാളമാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ നബിമാരെ നിഷേധിച്ചവരെക്കുറിച്ച്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ഖിനെ നിഷേധിച്ചവരെക്കുറിച്ച് ഇങ്ങനെ പാടിപ്പുകഴ്ത്താനും ഒക്കെ തോന്നുക എന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം